മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 27-28 വാക്യം. ഒരു വലിയ ജനക്കൂട്ടം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയി. അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയും. അപ്പം നമ്മളിന്ന് ഈ ലോകത്ത് കാണുന്ന ഒരവസ്ഥയില്ല. യേശുക്രിസ്തു നേരത്തെ പറഞ്ഞതാ, നിങ്ങൾ എന്നെ ഓർത്ത് എന്ത് ചെയ്യണ്ട, കരയണ്ട, നിങ്ങളെ മക്കളെ ഓർത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യുവാൻ, കരയുക. കാര്യം എന്താ? ലോകത്ത് മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും എല്ലാം അടിമപ്പെട്ട് കുഞ്ഞുങ്ങൾ എന്തെല്ലാം ചെയ്യുന്നതെന്ന് നമ്മളിന്ന് വാർത്തകളിലും പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക. യേശുക്രിസ്തു പറഞ്ഞതെല്ലാം ബൈബിളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് കാണുന്ന മാറ്റങ്ങളെല്ലാം ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തിരിക്കും. അതാണ് ഇന്ന് നമ്മളെ വിളിച്ച് അറിയിക്കുന്നത്. കണ്ടോ? അപ്പം നമ്മളിന്ന് ശരിക്ക് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പ്രാർത്ഥിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രക്ഷപ്പെടാൻ സാധിക്കും. പ്രാർത്ഥനയില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്തില്ല, സാധിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പല രീതിയിലും എന്ത് ചെയ്യുക, വഴി തെറ്റിക്കൊണ്ടിരിക്കുക. അവരിന്ന് നശിച്ചുകൊണ്ടിരിക്കുക. പിശാച് അവരെ ഇന്ന് എന്ത് ചെയ്യുക, വേട്ടയാടിക്കൊണ്ടിരിക്കുക. അപ്പനെയും അമ്മയും കൊല്ലാനോ, സഹോദരങ്ങളെ കൊല്ലാനോ, മറ്റുള്ളവരെ കൊല്ലാനോ അവർക്കിന്ന് എന്തില്ല, മടിയില്ല. അതാ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബം എന്ത് ചെയ്യും? നശിച്ച് പോകും. അതാ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ലൂക്കോസ് സുവിശേഷത്തിലൂടെ കണ്ടു, നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞ എന്താ? നിങ്ങൾ എന്നെ പ്രതി കരയൊന്നും വേണ്ട. നിങ്ങൾ ആർക്ക് വേണ്ടി കരയാനാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മക്കളെ ഓർത്ത് കരയുക. വിലാപന പുസ്തകത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ വഴിക്കവലയിൽ കിടന്ന് മയങ്ങുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളിന്ന് വഴിക്കവലയിലാണ് കിടക്കുന്നത്. എന്താ കാര്യം? അവർ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് വഴിയിലിങ്ങനെ എന്ത് ചെയ്യുക, കിടക്കുക. അതാ. അപ്പോൾ അവർ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു? വഴിക്കവലയിൽ കിടക്കുന്നു. വിലാപന പുസ്തകം 12-ാം അധ്യായം 2-ാം അധ്യായം 18 വാക്യം. ശിവൻ പുറത്ത് കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ വിടട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ
ദൈവത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. ഉണ്ടോ? അപ്പോൾ സിയോൻ പുത്രിയോട് ദൈവം പറയുക, നമ്മളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവം പറയുക, നീ നുറക്ക് നിലവിളിക്കണം. നുറക്ക് നിലവിളിച്ച് ദൈവത്തോട് നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രാവും പകലും മഹാപ്രഭാവം പോലെ കണ്ണുനീർ വിടുക്കണം. രാവെന്നോ പകലെന്നോ ഇല്ല. എപ്പോഴും നീ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി നീ എന്ത് ചെയ്യണം? കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. സഹോദരങ്ങൾക്ക് വേണ്ടി കണ്ണുനീര് ഒഴുക്കുക. നിന്റെ കണ്ണുകൾക്ക് നീ എന്ത് കൊടുക്കരുത്? വിശ്രമം കൊടുക്കരുത്. രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. അപ്പോൾ നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ ഹൃദയത്തെ ചൊരിയുക. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കണം. ഹൃദയങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കണം. മനസ്സ് തുറക്കണം. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവരുടെ സന്നിധിയിൽ കൈകൾ ഉയർത്തുക. നമ്മുടെ കരങ്ങൾ ഉയർത്തി നാൽക്കവലയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ മദ്യപിച്ച് മയക്കുമരുന്ന് അടിച്ച് കഞ്ചാവ് അടിച്ച് എവിടെ കിടക്കുക? നാൽക്കവലകളിൽ, റോഡുകളിൽ കിടക്കുക. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. കുഞ്ഞുങ്ങൾ കൈവിട്ട് പോയിരിക്കുക, വഴിതെറ്റി പോയിരിക്കുക. നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു നിമിഷം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വഴിക്കവലകളിൽ വഴി കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ നാടിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, ദൈവമേ, മദ്യത്തിന് മയക്കുമരുന്നിന് ഉപരി ഇടപെട്ട, ദുശീലങ്ങൾ ഇടപെട്ട എല്ലാ മക്കളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൊലപാതകം ചെയ്യുവാൻ ദൈവമേ ആരെ കൊല്ലാനും മടിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവത്തെ അറിഞ്ഞ് ചെയ്യേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് കാണുന്നത് ജെറമിയയുടെ പുസ്തകം 5-ാം അധ്യായം. ജെറമിയ 5. ജെറമിയ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും, മരുഭൂമിയിൽ നിന്ന് ചെന്ന വന്നവരെ നശിപ്പിക്കും. ഉള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു. പുറത്തിറങ്ങുന്നവരെ അത് പിച്ച് ചിന്നു. എന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ്, അവരുടെ അവിശ്വസ്തത നിസ്സീമമാണ്. നോക്കിയേ, ഇന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി വന്ന് നാട്ടിലേക്ക്, പട്ടണങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞത് എത്ര വാസ്തവമാണ്. ജെറമിയ പുസ്തകം 5:6 അത് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്നവരെ എന്ത് ചെയ്യും? കൊല്ലും. മരുഭൂമിയിൽ നിന്ന് ചെന്നായ വരും. പിന്നെന്താ? പുള്ളിപ്പുലി എന്ത് ചെയ്യും? വരും. അതവരെ എന്ത് ചെയ്യും? പിച്ച് തിന്നും. ഇതിനെല്ലാം കാണും എന്താ? നമ്മുടെ നിരവധിയായ പാപമാണ്, നമ്മുടെ കുട്ടികളാ, നമ്മുടെ ഗുരുകളാ ഉണ്ടാ ഇന്ന് ലോകത്തിലേക്ക്, ഈ പട്ടണത്തിലേക്കും നഗരത്തിലേക്കും ആരിറങ്ങി വരുന്നത്? പുലിയും സിംഹവും ആനയും കടുവായും അതുപോലെ പന്നിയും ഒക്കെ ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുറ്റം കൊണ്ടാ, നമ്മുടെ കുറവുകൊണ്ടാ പ്രിയ ദൈവത്തിന് മക്കളെ. അപ്പം നമ്മൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കും. വീണ്ടും പറയുക, ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കും? ഈ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നിന്നോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും?
മക്കൾ എന്നെ ഉപേക്ഷിച്ച് ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണയിടുന്നു. കണ്ടോ, നമ്മുടെ മക്കൾ ദൈവത്തെ വിളിക്കാതെ അന്യ ദൈവത്തെ വിളിച്ച് ആണയിടുന്നു. ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം നൽകി. ദൈവം അവർക്ക് ഭക്ഷണം നൽകി, എല്ലാം കൊടുത്തു. നമ്മളിന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമായിരുന്നു ദൈവത്തെ. നമ്മളിന്ന് ഏറ്റവുമുള്ള അവർക്ക് ഭക്ഷണവും സുഖസൗകര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് അവരിന്ന് നശിച്ചു പോയിരിക്കുക. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ അവരെ എന്ത് ചെയ്യണം? തിരിച്ച് കൊണ്ടുവരും. അതുപോലെ അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി വേശ്യാഗൃഹങ്ങളിൽ അവർ സംഘം ചേരുന്നു. പാപം ചെയ്യുക, വേശ്യാവൃത്തി ചെയ്യുന്നു, വിചാരം ചെയ്യുന്നു. ആരാ? നമ്മുടെ മക്കൾ. ഇതാ ഇന്ന് ലോകത്ത് നോക്കുന്നത് 14 വയസ്സുള്ള 17 വയസ്സുള്ള മക്കൾ, പെണ്ണുങ്ങൾ, പെൺപിള്ളേർ ഗർഭിണിയായി നമ്മൾ കേൾക്കുന്നു. ഇതെല്ലാം ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കണ്ടു, വിചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മനുഷ്യൻ ലോകത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തതായ ഒരവസ്ഥയാണ് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ട്. വീണ്ടും ഉൽപ്പത്തി 4:8, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 34:8. ആബേൽ തന്റെ 4:8. ഒരു ദിവസം കായൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോവാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. നോക്കിയേ, എന്ന സഹോദരനെ കൊല്ലുന്ന അവസ്ഥ. ഇവിടെ എന്താ സംഭവിച്ചേ? കായലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല. അവന് ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിച്ചില്ല, കാഴ്ചവസ്തു സമർപ്പിച്ചില്ല. ആബേൽ ദൈവത്തിന് നല്ല കാഴ്ച സമർപ്പിച്ചു. ഇത് കായലിന് ഇഷ്ടമില്ല. അവനെ സ്നേഹത്തിൽ വിളിച്ചുകൊണ്ട് വയലിലേക്ക് കൊണ്ടുപോയി അവനെ ഉടച്ച് കൊന്നുകളഞ്ഞു. നോക്കിയേ, ആദ്യം മുതലേ ഈ കൊലപാതകം നിലനിൽക്കുന്നുണ്ട്. ശരിയല്ലേ? ആദ്യം മുതലേ കൊലപാതകമുണ്ട്. ബൈബിൾ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് ലോകത്ത് സംഭവിക്കുന്നുണ്ട്. കാര്യം എന്താ? ബൈബിൾ പറയുന്നതെല്ലാം ഇന്ന് യാഥാർത്ഥ്യം ആയിക്കൊണ്ട് ഇരിക്കുക. നീ എന്താ ചെയ്യണ്ടേ? ഇതിനെല്ലാം പിന്മാറാൻ നീ എന്ത് ചെയ്യണം? ഉൽപ്പത്തി 4:7 പറയുന്നു, ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാവം പരിപാലിക്കൽ തന്നെ പതിയിൽപ്പെടുന്ന ഓർക്കണം. അത് നിന്നെ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കും. നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാവത്തിൻ്റെ പരിപാലിക്കല ഉള്ളത്. നിന്നെ ബാധിക്കാതിരിക്കുക. എപ്പോൾ വേണേലും പിശാച് നിന്റെ ഭവനത്തിൽ കയറി വന്ന് നിന്നെ തകർക്കാം ചെയ്യാം. അത് മക്കളിലൂടെ ആയിരിക്കാം, ഭർത്താവിലൂടെ ആയിരിക്കാം, ഭാര്യയിലൂടെ ആയിരിക്കാം, കുഞ്ഞുങ്ങളിലൂടെ, ആരുടെ വേണേലും പിശാച് കയറി വന്ന് നമ്മളെ കൊണ്ട് പാപം ചെയ്യാം, നമ്മളെ നശിപ്പിക്കാം. അപ്പോൾ നമ്മളിന്ന് ഉചിതമായത് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. 4:10 ഉൽപ്പത്തി 4:10 പറയുന്നു, എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താ ചെയ്ത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ തന്നെ വിളിച്ച് കരയുന്നു. നോക്കിയേ, ആബേലിൻ്റെ രക്തം മണ്ണിൽ കിടന്ന് നിലവിളിക്കുക. ഈ ചെയ്തതിലെല്ലാം എന്തുണ്ട്? ശിക്ഷയുണ്ട്. ഇതിൻ്റെ എല്ലാം ശാപത്തിൻ്റെ ഫലം നമ്മൾ എന്ത് ചെയ്യും? അനുഭവിച്ചേ തീരും. ചെയ്ത തെറ്റിനെല്ലാം ശിക്ഷയുണ്ട്. അതാ ഇതെല്ലാം എന്തായി തീരുക? ശാപമായിട്ട് മാറും. വീണ്ടും എസ്തേറിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5 മുതൽ നമ്മൾ എസ്തേർ 1-ാം അധ്യായം 2-ാം അധ്യായം അങ്ങനല്ല ഇതിനകത്ത് കുറിച്ച് 11, 12 അത് കഴിഞ്ഞാൽ 1 പറയുന്നത്. അപ്പോൾ എസ്തേർ 11-ന്റെ 5.
മോർദക്ക എന്ന് പറയുന്ന മോൾക്ക് ഒരു സ്വപ്നം ഉണ്ടായി. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും, രണ്ട് ഭീകര സത്വങ്ങൾ ഒരുങ്ങി മുന്നോട്ട്. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവരുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ തിരിഞ്ഞു. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെ ദിവസം. ഇന്ന് ലോകത്ത് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്? ബഹളവും അടിയും വഴക്കും സംഭ്രാന്തിയും ഭയങ്കര ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും എല്ലാം ഈ ലോകത്ത് വരും. എവിടെ നോക്കിയാലും അക്രമം. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലായാലും, ഭരണകർത്താക്കൾ തമ്മിലായാലും, കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിലായാലും, സഹോദരങ്ങൾ തമ്മിലായാലും എല്ലാം ലഹളയാണ്. അതുപോലെ ഭീകര സത്തുകൾ തമ്മിൽ ഒരു എന്താ ഭീകര സത്വം എന്ന ഭരണകർത്താക്കളാണ്. അവർ തമ്മിൽ പരസ്പരം ചേരുന്നില്ല. അതുപോലെ അതിഭീകരമായ അലർച്ച, ബഹളങ്ങൾ എല്ലാം ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. നീതിമാന്മാരോട് ഇന്നിതാ തിന്മ ചെയ്തവര് യുദ്ധത്തിന് വരികയുണ്ട്. ഇന്ന് ഭൂമുഖം മുഴുവൻ അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം വരാൻ പോവുകയാണ്. കഷ്ടത ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇന്നെവിടെ നോക്കിയാലും അന്ധകാരം. ഒരു ഭവനത്തിലും സ്വസ്ഥതയും സമാനമില്ല. നിരാശയാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്കായാലും നിരാശയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിന് തോറ്റു കഴിഞ്ഞാൽ ഉടനെ നൂച്ചാവുക. ഇപ്പം 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ, +2 തോറ്റാൽ, എല്ലാത്തിനും തോറ്റു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നൈരാശ്യമാണ്, അവർ നൂച്ചാവുക. എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ അവർ കണ്ടെത്തുന്നത് എന്താ? ആത്മഹത്യ. ഇവരൊക്കെ ഒന്നിനും പരിഹാരമല്ല. ഒരു ഗർഭപാത്രി വന്ന ഉടനെ ആത്മഹത്യ, അല്ലെ വിഷമടിച്ചാവും. ഒന്നിനും പരിഹാരമല്ല. ഇതെല്ലാം ഇന്ന് ലോകത്ത് സംഭവിച്ചു. കാര്യം എന്താ? നൈരാശ്യം തന്നെ നിരാശ. ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ. കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെയും ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. എവിടെ നോക്കിയാലും മുറവിളിയും വരൾച്ചയും ഇതെല്ലാം സംഭവിക്കുക. ഇന്ന് നോക്കിയ ലോകത്ത് മുഴുവൻ കഷ്ടതയാണ്. എന്നുവെച്ചാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒരുപാട് എല്ലാ മനുഷ്യനും ഉണ്ട്. ഇതെല്ലാം ഇന്ന് ലോകത്ത് എന്താ സംഭവിച്ചിട്ടില്ല. ഇത് നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായിക്ക് കിട്ടിയ സ്വപ്നം. ഇതെല്ലാം കഴിഞ്ഞ് നല്ലൊരു പ്രകാശവും സൂര്യൻ ഉദിക്കുന്നതും എളിയവരെ ഉയർത്തപ്പെട്ട് ഉന്നതർ നശിക്കപ്പെടുന്നതായിട്ട് എസ്തേറിന്റെ പുസ്തകം 11 മുതൽ വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പം നല്ല ഒരു ദിനം വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം, ഈ തകർച്ചകളെല്ലാം മാറി നമ്മൾ ദൈവത്തെ വിളിച്ചു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി നല്ലൊരു ദിനം കടന്നു വരാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇതെല്ലാം ബൈബിൾ കൊണ്ട് ഇതെല്ലാം സംഭവിച്ചേ മതിയാണ്. ഇതിനൊരു മാറ്റവും വരത്തില്ല. ഒരു നിമിഷം ഇവിടെ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളായ ദൈവമേ, സജീവതാവേ, ഇത്രയും നേരം നിന്റെ സന്നിധിയിൽ നിന്ന് ഈ വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നീ തന്ന കൃപയ്ക്കായി ദൈവമേ, ഞങ്ങളുടെ നാടും ഞങ്ങളുടെ ദേശവും എല്ലാം നാട് നശിക്കരുത് കർത്താവേ. ദേശം നശിക്കരുതേ, കുഞ്ഞുങ്ങൾ നശിക്കരുതേ, മാതാപിതാക്കൾ നശിക്കരുതേ. അക്രമരീതിയും കൊലപാതകങ്ങളും
മദ്യവും മയക്കുമരുന്നും പുകവലിയും ദൈവമേ കഞ്ചാവും എല്ലാ ലോകത്തിൽ നിന്ന് തവയെ ദൂത്തെറിയണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാറ്റിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഭരണകർത്താക്കൾ ലോകത്ത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സഹായിച്ചുകൊണ്ട് എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ചകളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പഠനവും പരീക്ഷയും എല്ലാം നല്ല വിജയം നൽകി എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ നമുക്ക് ജോലി കൊടുക്കണമേ. ശമ്പളം കിട്ടാതെ നമുക്ക് ശമ്പളം കൊടുക്കണമേ. കടവാൾ തലയിൽ നിന്ന് കടച്ചീട്ടുകൾ പിരിക്കണം. എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും സഭാപിതാക്കന്മാരെയും എല്ലാ വിഷയത്തിനു വേണ്ടി ഞങ്ങൾ കണ്ട 30, 60, 100 മേനി വിളവ് നൽകി